ഗായ്സ്, ലിറ്ററലി നമ്മൾ എത്ര ഡിപ്രസ്ഡ് ആണെങ്കിലും, എത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും, എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും വീക്കിലി ഒരിക്കല് ഒരു ഞായറാഴ്ച നമ്മൾ ഇതുപോലെ കാടും മലയും കുന്നുമൊക്കെ ഒന്ന് കയറുമ്പോൾ, അത് നമ്മുടെ ഓഫ് റോഡിങ് വണ്ടിയായിട്ടൊന്ന് കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിലാക്സേഷൻ ഉണ്ട്. അത് എത്രയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് വന്ന് അനുഭവിച്ച് തന്നെ അറിയണം. അത് അനുഭവിച്ച് അറിയണം എന്ന് വെച്ചാൽ അതിൽ കിട്ടുന്ന ഫീല് വേറെയാ. ചില വണ്ടി ഹൗസിങ് കുത്തും, പ്ലേറ്റ് കുത്തും, വണ്ടിയുമ്പോൾ പല പണി വരും. നമുക്ക് വീഴുമ്പോൾ തലയിടിച്ച് വീഴും. നമുക്ക് ചിലപ്പോൾ നമ്മുടെ പല സാധനങ്ങളും പോവും, പല സാധനങ്ങളും നഷ്ടപ്പെടും, പൈസ ആയിട്ട് നഷ്ടപ്പെടും, നമ്മുടെ ആരോഗ്യം കുറേയൊക്കെ നമുക്ക് ഇതാവും. പക്ഷെ എന്നാലും നമുക്കിതെല്ലാം ലിറ്ററലി വയസ്സായി കഴിയുമ്പോൾ, നമുക്കൊരു പ്രായമായി കഴിയുമ്പോൾ ഇതെല്ലാം മെമ്മറീസാണ്, ഇതെല്ലാം ഓർമ്മകളാണ്. ഈ കാണുന്നതൊക്കെ ഉള്ളൂ. ഇതൊക്കെയാണ് ജീവിതം, ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ചിദംബരമല്ല, ട്രാവൽ വിത്ത് ചിത്രൻ പറയണ പോലെ. സുഹൃത്തുക്കളെ, നിങ്ങൾ വണ്ടിയായിട്ട് ഇറങ്ങുക, അല്ലെങ്കിൽ യാത്ര ചെയ്യുക. എത്ര നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന അത്ര സ്ഥലത്ത് യാത്ര ചെയ്യുക, പറ്റുന്ന അത്ര സ്ഥലത്ത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. തൊട്ടടുത്തുള്ള മലയുടെ മണ്ടയ്ക്ക് കയറി നിന്ന് ഏറ്റവും നല്ല ഫ്രഷ് എയർ ശ്വസിക്കുക. വേറെ ഒന്നും വേണ്ട. അതാണ് ലോകം. വാഗമൺ ടൗണിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ മാറിയിട്ട് ഒരു കിടിലൻ സ്പോട്ടുണ്ട്. പാലൂമ്പാറ വ്യൂ പോയിന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു മല, വരാട്ടുമേട് എന്നുള്ള മലയാണ്. അധികം ആരും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു മലയാണ്. ഓഫ് റോഡേഴ്സിന് നല്ല സുപരിചിതമായിട്ടുള്ള മലയാണ്. കാരണം എന്താ വെച്ചാൽ കേരളത്തിലെ വൺ ഓഫ് ദ ടഫസ്റ്റ് ഓഫ് റോഡിങ് ടോപ്പാണ്, ഹിൽ സ്റ്റേഷനാണ് വരാട്ടുമേട് ക്യാമ്പ് സ്പോട്ട്. ഒരു രക്ഷയില്ലാത്ത ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഉണ്ടാകുന്ന ഒബ്സ്റ്റക്കിൾസ് എല്ലാം സ്വാഭാവികം. മല കയറുമ്പോൾ ഉള്ള ഒബ്സ്റ്റക്കിൾസ് അറിയാലോ, പാറയും ഫ്ലഷും സ്ലിപ്പറിയാണ്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് പാറക്കെട്ടുകളാണ്. ചെറിയ ടാസ്ക് ഒന്നും അല്ല, നല്ല രീതിയിൽ പണിയെടുക്കുന്നതുണ്ട്. എല്ലാവരും ചോദിക്കും, നിങ്ങളിങ്ങനെ വണ്ടിയും കൊണ്ട് ഈ മലയെല്ലാം കയറി ഇറങ്ങി കിടന്നിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടണേ? നിങ്ങൾ കണ്ട സ്പോട്ട് തന്നെയല്ലേ പിന്നെയും കാണണേ, അല്ലെങ്കിൽ വാഗമണിൽ പിന്നെ മാത്രം എന്താ കാണാനുള്ളത്? പക്ഷെ അത് പറഞ്ഞറിയാൻ പറ്റില്ല. നിങ്ങൾ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. ആരുടെയും ഏതെങ്കിലും ഒരു ഓഫ് റോഡേഴ്സ് പോണതിൻ്റെ കൂട്ടത്തിൽ കയറി ഒരു പ്രാവശ്യം നിങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ റിപ്പീറ്റഡ്ലി അതിന് അഡിക്റ്റാണ്. മന്ത്ലി നമ്മൾ ഇതിനകത്ത് ഒരിക്കലെങ്കിലും നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്ട്രെസ് റിലീഫാണെന്നാണ് ഞാൻ പറയണത്. എൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് മാസത്തിലൊരിക്കൽ നമ്മൾ ഇങ്ങനെ ഒരു മല കയറിയിരിക്കണം. നമുക്ക് ഭയങ്കര റിലാക്സേഷനാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് നെക്സ്റ്റ് മന്തിന് വേണ്ടി നമ്മളത് വെയിറ്റിംഗ് ആയിരിക്കും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. പല സ്ഥലത്തു നിന്ന് വരുന്ന പല സുഹൃത്തുക്കളും, ഓരോ തവണയും പുതിയ ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാം, പുതിയ സ്ഥലങ്ങൾ കാണാം, പുതിയ ആൾക്കാരെ നമുക്ക് മീറ്റ് ചെയ്യാം, അവരുടെ കഥകളും അവരുടെ അനുഭവങ്ങളും പങ്കുവയ്ക്കാം. അതിന് എല്ലാത്തിനുപരി നമ്മൾ ശരീരമാണെങ്കിൽ പണിയെടുക്കുന്നത് ചിലപ്പോൾ ആ ഒരു ദിവസമായിരിക്കും. നമുക്ക് എത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഈ ഒരു ദിവസം ഭയങ്കര റിലാക്സ് ആയിരിക്കുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. എനിക്ക് ഫീൽ ചെയ്യുക അങ്ങനെ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അതുപോലെ നമ്മൾ ഫ്രണ്ട് സർക്കിളിൽ നിൽക്കുമ്പോൾ നമ്മൾ അതുപോലെ ഫ്രീ ആയിരിക്കും, അതുപോലെ റിലാക്സ്ഡ് ആയിരിക്കും. തിങ്കൾ മുതൽ ശനി വരെ പണിയെടുത്തിട്ട് ഞായറാഴ്ച ഒരു ദിവസം നമ്മളിങ്ങനെ പോയി നമ്മുടെ വണ്ടിയും കൊണ്ട് കയറി നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ടിൽ വന്ന് ഒരു മല കയറുമ്പോൾ ഉള്ളൊരു ഫീല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സാധനമാണ്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് അനുഭവിച്ച് തന്നെ അറിയുന്നവർക്കേ പറ്റത്തുള്ളൂ. ഒരിക്കലും നിങ്ങൾ ഫ്രണ്ട്സായിട്ട് തന്നെ വരണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഫാമിലി ആയിട്ടും വരാം. നിങ്ങൾക്ക് ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഉള്ള ഒരു 4x4 വീലുള്ള ഒരു വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടും വരാം. സുഖമായിട്ട് പല സ്പോട്ടുകളും വന്ന് കയറി ഇറങ്ങി പോകാന്നുള്ളൂ. ഒരു സൺറൈസോ അല്ലെങ്കിൽ സൺസെറ്റോ അല്ലെങ്കിൽ ഒരു നൈറ്റ് റൈഡോ ഒക്കെ ആയിട്ട് നമുക്കത് കൺവെർട്ട് ചെയ്ത് എങ്ങനെയാണെങ്കിലും പോകാവുന്നുള്ളൂ. പക്ഷേ അതിലുപരി ഒന്നിനധികം വണ്ടിയുണ്ട് എങ്കിൽ ഒരു ഡിസിപ്ലിനറി ആയിട്ട് നമ്മളൊരു ടീം ഫോം ചെയ്ത് ഒരു 4-5 വണ്ടികൾ ചേർന്ന് ഒരുമിച്ച് പോകുമ്പോൾ അതിനൊരു പ്രത്യേക ചന്തം തന്നെയാണ്.
റിയാസിന്റെ വണ്ടി 2 വീൽ ഡ്രൈവ് ആട്ടാ. 2 വീലിൽ കെട്ട് തൂക്കിയിട്ടാണ് വണ്ടിയെ. ഇറച്ചിക്കടയിലൊക്കെ പോത്തിനെ വിട്ടിട്ടാണ്. അളിയനാണെങ്കിൽ ആകെ ടെൻഷനായി. വണ്ടി കേറണമില്ല, ആകെ പെട്ടല്ല തമ്പരാനായി. ഞാൻ റിലീസ് അടിച്ച് ബാക്കടലിയൻ താഴെ മരണം നോക്കിയേ. ആ പാറ ആ പിന്നെ പേരിട നോക്ക്. ഈ പണി വീട്ടിൽ വെച്ചെടുത്ത് ഇറങ്ങിയിട്ടില്ല. വാർച്ച് കൈ അടിച്ചാല എന്റെ നിയാസ് മാറ്റി ചേരക്കൂടി ഉണ്ട്. ഒരു കണക്കിന് നമ്മൾ പണിയെടുത്ത് കഷ്ടപ്പെട്ട് ആ വണ്ടി കയറ്റിയിട്ടാ. ആദ്യത്തെ വണ്ടി നമ്മൾ അങ്ങനെ കയറ്റി. വിഞ്ചുള്ള വണ്ടി കയറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം കയറ്റിയെടുക്കാൻ എളുപ്പമാണ്. വിഞ്ചുള്ള വണ്ടി നമ്മളങ്ങനെ കയറ്റിയെടുത്ത് ഏറ്റവും ടോപ്പിൽ കയറ്റിയാൻ വേണ്ടിയിട്ട് പിന്നെ ഓരോ വണ്ടിയുടെ ഊഴായി. ഓരോ വണ്ടിയും അതിൻ്റെതായിട്ടുള്ള റിസ്കിൽ, അതിൻ്റെതായിട്ടുള്ള താളത്തിൽ, അതിൻ്റെതായിട്ടുള്ള ഭംഗിയിൽ കയറിക്കൊണ്ടിരുന്നു. കയറും, സ്റ്റക്കാവും, അവിടെ നിന്ന് കയറ്റിയിടും, വീണ്ടും സ്റ്റക്കാവും. പിന്നെ നമ്മൾ ഓരോ വണ്ടിയും വിഞ്ച് ചെയ്ത് കയറ്റി കൊണ്ടുവന്നു. ഇപ്പൊ ഇതുപോലത്തെ ഒരു സ്പോട്ട് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ വാഗമണ്ണില് വരാട്ടുമേട് വരിക. ഫാമിലി ആയിട്ട് നടന്നു കയറണ ഒത്തിരി പേരുണ്ടായിരുന്നുണ്ടോ? ഒത്തിരി പേര് നടന്നു കയറണ്ടായിരുന്നു. നിങ്ങൾക്ക് നടന്നു കയറാം, കുഴപ്പമില്ല. വണ്ടിയായിട്ട് വരണമെങ്കിൽ വണ്ടിയായിട്ടും കയറാം. വിഞ്ചുള്ള വണ്ടിയാണെങ്കിൽ നമുക്ക് ഒറ്റയ്ക്കാണെങ്കിലും കയറി വരാം. നിങ്ങൾ ബാക്കി പാർട്ടുകൂടെ ഒന്ന് കണ്ടു നോക്ക്. ഈ ഒരു ഭാഗം കൂടെ ഒക്കെ അവസാനിക്കുകയാണ്. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക, കമൻറ്റ് ചെയ്യുക.